Hallelujah, hallelujah. Thank you, Lord. Praise you, Lord. Praise you, Jesus. Hallelujah, hallelujah. Hallelujah, 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 hallelujah. Thank you, Lord. Praise you, Lord. Praise you, Jesus. Hallelujah, hallelujah. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വചനങ്ങൾ. പ്രാർത്ഥന. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് അദൃശ്യനായ നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. അതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത്. എന്തെന്നാൽ അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കപ്പെടുമെന്ന് അവർ കരുതുന്നു. നിങ്ങൾ അവരെ പോലെ ആകരുത്. എന്തെന്നാൽ നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 4-ാമത്തെ ഭാഗമാണിത്. അതായത് ക്രൈസ്തവ പ്രാർത്ഥന. അപ്പോൾ അതിൽ 2624-ാമത്തെ ഖണ്ഡികയാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. 2624-ാമത്തെ ഖണ്ഡിക കേട്ടോ. വായിക്കട്ടെ. ജെറുസലേമിലെ പ്രഥമ സമൂഹത്തിൽ വിശ്വാസികൾ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ പങ്കുചേർന്നു. അപ്പോൾ ജെറുസലേമിലെ പ്രഥമ സമൂഹത്തിൽ, അതായത് ജെറുസലേമിലെ അല്ലെങ്കിൽ ആദിമസഭയിലെ വിശ്വാസി സമൂഹത്തെക്കുറിച്ചാണ് ആദ്യമേ തന്നെ ഈ ഖണ്ഡികയിൽ പ്രതിപാദിക്കുന്നത്. ജെറുസലേമിലെ പ്രഥമ സമൂഹത്തിൽ, അതായത് ആദിമസഭയിലെ വിശ്വാസികൾ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ പങ്കുചേർന്നു. അപ്പോൾ POC ഇറക്കിയിരിക്കുന്ന ഈ പഠന ബൈബിൾ, പരിഷ്കരിച്ച ഈ വചന പഠന ബൈബിളിൽ ഈ അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 42-ാമത്തെ വചനമാണ് ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് എപ്പോഴും പരിചയമുള്ള ഒരു വചനമാണ്. അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഈ പഠന ബൈബിളിൽ 1-2 കാര്യങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഈ ഒരു വചനത്തെക്കുറിച്ച്. അപ്പം ഞാനതൊന്ന് വായിക്കാൻ പോവാണ് കേട്ടോ. അത് ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 42 മുതലുള്ള വചനങ്ങൾ. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥനകൾ എന്നിവയിൽ സ്ഥിരതയോടെ നിന്നിരുന്നു. അപ്പോൾ ഇതാണ് ആ വചനം കോട്ട് ചെയ്തിരിക്കുന്നത് CCCയിൽ. അപ്പോൾ ഇതിൻ്റെ ക്ലാരിഫിക്കേഷനായിട്ട് അടിയിൽ കൊടുത്തിരിക്കുന്ന ഈ ബൈബിളിൽ തന്നെ അതിൻ്റെ ഫുട് നോട്ടിൽ കൊടുത്തിരിക്കുന്ന ഭാഗം ഞാനൊന്ന് വായിക്കട്ടെ. സഭാജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങൾ ഇവിടെ ചിത്രീകരിക്കുന്നു. അപ്പസ്തോലന്മാരുടെ പ്രബോധനം, അതായത് ദിദാഖെ എന്നെഴുതിയിരിക്കുകയാണ് അവിടെ. ദിദാഖെ അതായത് 12 അപ്പസ്തോലന്മാർക്ക് ആ കാലഘട്ടത്തിൽ അവർക്ക് ഒരു മതബോധനം, ദിദാഖെ എന്ന ഒരു പ്രബോധനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പേരാണ്
ഇവിടെ എഴുതിയിരിക്കുന്നത് ദിദാക്കെ. അപ്പോൾ എന്താണ് അപ്പസ്തോലന്മാരുടെ പ്രബോധനം എന്ന് പറയുമ്പോൾ അത് ദിദാക്കെ എന്നുള്ളതാണ് ഈ പഠന ബൈബിളിൽ അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. സഭാ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങൾ ഇവിടെ ചിത്രീകരിക്കുന്നു. അപ്പസ്തോലന്മാരുടെ പ്രബോധനം എന്നുള്ളത് ദിദാക്കെ എന്നാണ്. പിന്നെ സഭാംഗങ്ങൾ തമ്മിലുള്ള ബന്ധവും കൂട്ടായ്മയും, അല്ലേ, കൂട്ടായ്മ അല്ലേ. ആദ്യത്തെ ആ വചനത്തിലെ ആദ്യത്തെ കാര്യം എന്താണ്? അപ്പസ്തോലന്മാരുടെ പ്രബോധനം. പിന്നെ രണ്ടാമത് എന്താണ്? കൂട്ടായ്മ. അപ്പോൾ കൂട്ടായ്മയെ ഗ്രീക്ക് പദത്തിൽ, ഗ്രീക്ക് വേർഡ് അതിങ്ങനെയാണ് അതിനെ പ്രതിപാദിച്ചിരിക്കുന്നത്, കൊയിനോനിയ. കൊയിനോനിയ എന്നുള്ളതാണ്. കൊയിനോനിയ എന്നാണ്, അതൊരു ഗ്രീക്ക് വേർഡാണ്. അപ്പോൾ അതിൻ്റെ എന്താണ്, കൂട്ടായ്മ എന്ന വാക്കിൻ്റെ ഗ്രീക്ക് അർത്ഥം മനസ്സിലായ, അതിൻ്റെ എന്താണ്, കൊയിനോനിയ എന്നുള്ളതാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പം ഇനി മൂന്നാമത്തെ ഭാഗം എന്താണ്? അപ്പം മുറിക്കലാണ്. വിശുദ്ധ കുർബാനയുടെ ആഘോഷം. അപ്പം മുറിക്കലിനെ അത് നമുക്കെപ്പോഴും നമ്മൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്. വിശുദ്ധ കുർബാനയുടെ ആഘോഷം എന്ന അപ്പം മുറിക്കൽ എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയുടെ ആഘോഷം അല്ലെങ്കിൽ വിശുദ്ധ കുർബാന എന്ന കൂദാശയെക്കുറിച്ചാണ് അതവിടെ പ്രതിപാദിക്കുന്നത്. ഈ നാലാമത്തെ കാര്യം എന്താണ്? പ്രാർത്ഥന, അല്ലേ, പ്രാർത്ഥന. നാലാമത്തെ ഭാഗം, ആ വചനത്തിലെ നാലാമത്തെ ഭാഗം എന്താണ്? പ്രാർത്ഥന. അപ്പോൾ അതിവിടെ എഴുതിയിരിക്കുകയാണ്, സമൂഹത്തിൻ്റെ ദൈവസ്തുതികളും യാചനകളും. ഉണ്ടോ? സമൂഹത്തിൻ്റെ ദൈവസ്തുതികളും യാചനകളും എന്നിവ ആദിമ സഭാ സമൂഹത്തെ കുടുംബം പോലെ ഐക്യപ്പെടുത്തിയിരുന്നു. കണ്ടോ? ഒരു കുടുംബം പോലെ ഐക്യപ്പെടുത്തിയിരുന്നു. ആദിമസഭയിലെ സമൂഹത്തെ ഈ 4 ഘടകങ്ങൾ എന്തൊക്കെയാണ്? സഭാജീവിതത്തിലെ 4 ഭാഗങ്ങൾ, 4 ഘടകങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആ അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 42-ാമത്തെ വചനത്തിൽ ഒന്നെന്താണ്? അപ്പസ്തോലന്മാരുടെ പ്രബോധനം, രണ്ടാമത്തത് കൂട്ടായ്മ, മൂന്നാമത്തത് അപ്പം മുറിക്കൽ, നാലാമത്തത് പ്രാർത്ഥന. അപ്പോൾ അപ്പസ്തോലന്മാരുടെ പ്രബോധനം എന്ന് പറയുമ്പോൾ ദിദാക്കെ എന്നാണ് അതിൻ്റെ പേര്, ആ പ്രബോധനത്തിൻ്റെ പേര്. പിന്നെ രണ്ടാമത് എന്താണ്? കൂട്ടായ്മ. കൂട്ടായ്മയുടെ ഗ്രീക്ക് പദം എന്താണ്? ഗ്രീക്ക് വേർഡ് എന്താണ്? കൊയിനോനിയ എന്ന വാക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി മൂന്നാമത്തത് എന്താണ്? അപ്പം മുറിക്കൽ. അത് വിശുദ്ധ കുർബാന എന്ന കൂദാശയെ പ്രതിപാദിക്കുന്നു. നാലാമത്തത് പ്രാർത്ഥന, അത് ദൈവസ്തുതികളും യാചനകളും, അല്ലേ. അപ്പോൾ എന്നിവ ആദിമ സഭാ സമൂഹത്തെ ഒരു കുടുംബം പോലെ ഐക്യപ്പെടുത്തിയിരുന്നു. കൂട്ടായ്മ, യേശുവിലുള്ള വിശ്വാസത്തിൽ ഒരുമിച്ച് കൂടുന്ന സമൂഹമാണ് ഇവിടെ കൊയിനോനിയ എന്ന ഗ്രീക്ക് പദം സൂചിപ്പിക്കുന്നത്. ഞാനിപ്പോൾ ഈ വചന പഠന ബൈബിള് പരിഷ്കരിച്ച ഈ വചന പഠന ബൈബിളിൽ നിന്നാണ് കേട്ടോ വായിക്കണേ. ഈ ഒരു വചനത്തെ മാത്രം ആസ്പദമാക്കി അതിനെ ഫുട്നോട്ടിൽ അതിനെ ഒന്ന് വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. ഈ 4 ഭാഗങ്ങളെ, ആ വചനത്തിൻ്റെ 4 കാര്യങ്ങളെ. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 42-ാമത്തെ വചനത്തിൽ. അപ്പോൾ എന്താണ് കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? യേശുവിലുള്ള വിശ്വാസത്തിൽ ഒരുമിച്ച് കൂടുന്ന സമൂഹമാണ് ഇവിടെ കൊയിനോനിയ എന്ന ഗ്രീക്ക് പദം സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ കൊയിനോസ് എന്ന മൂലരൂപം പൊതുവായത് എന്നർത്ഥമാക്കുന്നു. ക്രിസ്തുവിൻ്റെ കൃപകളിൽ ആശ്രയിക്കുന്ന ഈ സമൂഹം, കണ്ടോ, ക്രിസ്തുവിൻ്റെ കൃപകളിൽ ആശ്രയിക്കുന്ന ഈ സമൂഹം, അതായത് ആദിമ സഭയിലെ വിശ്വാസി സമൂഹത്തെയാണ് ഈ പറയുന്നത്. ക്രിസ്തുവിൻ്റെ കൃപകളിൽ ആശ്രയിക്കുന്ന ഈ സമൂഹം തങ്ങൾക്കുള്ള ഭൗതിക വസ്തുക്കൾ മാത്രമല്ല, വിശ്വാസവും മൂല്യങ്ങളും പരസ്പരം പങ്കുവയ്ക്കുന്നു. കണ്ടോ, തങ്ങൾക്കുള്ള ഭൗതിക വസ്തുക്കൾ മാത്രമല്ല, പിന്നെന്തൊക്കെയാണ്? തങ്ങൾക്കുള്ള വിശ്വാസവും മൂല്യങ്ങളും പരസ്പരം പങ്കുവയ്ക്കുന്നു. അപ്പോൾ അത്രയുമാണ് അതിൻ്റെ ഒരു ഇതെനിക്ക് വായിക്കാൻ തോന്നിയത്. ആ വചനം അങ്ങനെ പറയുമ്പോൾ ഈ CCCയുടെ ഈ 2624-ാമത്തെ ആദ്യത്തെ സെൻറ്റൻസ് എന്താണ്? ജെറുസലേമിലെ പ്രഥമ സമൂഹത്തിൽ വിശ്വാസികൾ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന അപ്പോൾ എന്നിവയെക്കുറിച്ച് അതിൽ സദാ ചേർന്നിരുന്നു എന്ന് പറഞ്ഞിട്ട് അതിന് ആ വചന അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 42-ാമത്തെ വചനത്തെയാണ് ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു ഭാഗവും കൂടിയും ഈ പഠന ബൈബിളിൽ നിന്നെടുത്ത് വായിക്കണമെന്ന് അത് അങ്ങനെ തോന്നി എനിക്ക്.
അപ്പോൾ അതാണ് ഞാനത് വായിക്കാൻ കാരണം. പിന്നെ നമുക്ക് തുടരാം. 2624 ഞാൻ ഒന്നും കൂടി ആദ്യം തൊട്ട് വായിക്കാം. ജെറുസലേമിലെ പ്രഥമ സമൂഹത്തിലെ വിശ്വാസികൾ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ പങ്കുചേർന്നിരുന്നു. ഈ ക്രമം സഭയുടെ പ്രാർത്ഥനയുടെ സവിശേഷതയാണ്. കണ്ടോ, ഈ ക്രമം സഭയുടെ പ്രാർത്ഥന, അതാണ് ലിറ്റർജി. മനസ്സിലായോ? അതാണ് ആരാധനക്രമം. കണ്ടോ, ഈ ക്രമം സഭയുടെ പ്രാർത്ഥനയുടെ, കണ്ടോ, സഭയുടെ പ്രാർത്ഥനയുടെ സവിശേഷതയാണ് ഈ ക്രമം. ഏത് ക്രമം? അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന. മനസ്സിലായോ? അപ്പോൾ ഈ ക്രമം സഭയുടെ പ്രാർത്ഥനയുടെ സവിശേഷതയാണ്. അപ്പോൾ അതാണ് ആരാധനക്രമം, ലിറ്റർജി. മനസ്സിലാവുന്നു? ഈ ക്രമം സഭയുടെ പ്രാർത്ഥനയുടെ സവിശേഷതയാണ്. അപ്പസ്തോലന്മാരുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതവും. കണ്ടോ, അപ്പസ്തോലന്മാരുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതവും. അപ്പോൾ അപ്പസ്തോലന്മാർ എങ്ങനെയാണ് സഭയ്ക്ക് വേണ്ടി ജീവിച്ചതെന്നും സഹിച്ചതെന്നും ആ സഭയ്ക്ക് വേണ്ടി മരിച്ചതെന്നും എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് കുറേയൊക്കെ. അപ്പം ഇവിടെ അപ്പസ്തോല പ്രവർത്തനത്തിൽ തന്നെ 4-ാം അധ്യായം ഞാനൊന്ന് വായിക്കട്ടെ. 4-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളെ ഒന്ന് ഞാൻ വായിക്കാൻ ഒന്ന് മനസ്സിൽ തോന്നുകയാണ്. അപ്പോൾ പത്രോസും യോഹന്നാനും സംഘത്തിനു മുൻപിൽ എന്ന ഒരു ഭാഗമാണ് അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം തുടങ്ങണത്. അപ്പോൾ ആ ഭാഗമൊന്ന് ഞാൻ വായിക്കാം. അവർ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പുരോഹിതന്മാരും ദേവാലയത്തിൻ്റെ സേനാനായകനും സദുക്കായരും അവരുടെ നേരെ ചെന്നു. അവർ ജനത്തെ പ്രബോധിപ്പിക്കുകയും മരിച്ചവർക്ക് യേശുവിലുള്ള ഉദ്ധാനം പ്രഘോഷിക്കുകയും ചെയ്തിരുന്നതിനാൽ ഇവർ ഏറെ അസ്വസ്ഥരായിരുന്നു. കാരണം സദുക്കായരി, കണ്ടോ, സദുക്കായർ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ് സദുക്കായർ? എന്താ വിഷയം? സദുക്കായരുടെ പ്രശ്നം എന്തായിരുന്നു? സദുക്കായർ എന്ന വിഭാഗത്തിൻ്റെ പ്രശ്നം എന്തായിരുന്നു? അതിൻ്റെ അടിയിൽ എഴുതിയേക്കണേണ് ഉദ്ധാനത്തെക്കുറിച്ച് പ്രബോധിപ്പിച്ചിരുന്നു അപ്പസ്തോലന്മാർ. ഇപ്പം അതിൽ പത്രോസും യോഹന്നാനും പ്രത്യേകിച്ച് എന്ത് ചെയ്തു? ആ ജനക്കൂട്ടത്തോട്, സദുക്കായരടങ്ങുന്ന ജനക്കൂട്ടത്തോട് എന്ത് ചെയ്തു? ഉദ്ധാനത്തെക്കുറിച്ച് പ്രബോധനം നൽകി. ഈ സദുക്കാരുടെ പ്രശ്നം എന്താണെന്നറിയാമോ? യേശുക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തെ തിരസ്കരിക്കുക. ഉദ്ധാനമില്ല. മനസ്സിലായോ? അത്തരത്തിലുള്ള ഒരു പാഷണ്ഡത അവരുടെ ഇടയിലുണ്ടായിരുന്നു. മനസ്സിലായോ? അവരതിൽ വിശ്വസിച്ചിരുന്നില്ല. അവർക്കത് വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല. യേശുവിൻ്റെ ഉദ്ധാനത്തെ, പുനരുദ്ധാനം എന്നൊന്ന് ഇല്ല എന്ന് അവർ വിശ്വസിച്ചിരുന്നു. അപ്പോൾ അതാണ് ഈ സദുക്കായരുടെ വിഷയം. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും ഇഷ്യൂ, അല്ലെങ്കിൽ അത്രയും പ്രയാസം, ദേഷ്യവും അരിശവും വരുന്നത്. അവർ ജനത്തെ പ്രബോധിപ്പിക്കുകയും മരിച്ചവർക്ക് യേശുവിലുള്ള ഉദ്ധാനം പ്രഘോഷിക്കുകയും ചെയ്തിരുന്നതിനാൽ ഇവർ അതായത് ഈ സദുക്കായരടങ്ങുന്ന വിഭാഗം ഏറെ അസ്വസ്ഥരായിരുന്നു. ഇവർ അവരെ പിടികൂടി അടുത്ത ദിവസം വരെ തടവിലിട്ടു. കണ്ടോ, അടുത്ത ദിവസം വരെ തടവിലിട്ടു. ഇതാണ് അപ്പസ്തോലന്മാരുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതം എന്നൊക്കെ പറയുമ്പോഴേ മനസ്സിലായി. നമ്മൾ 12 അപ്പസ്തോലന്മാരിൽ മിക്കവരും തന്നെ എന്തായി? രക്തസാക്ഷിത്വം വരിച്ചവരാണ്. 11 അപ്പസ്തോലന്മാരും രക്തസാക്ഷിത്വം വരിച്ചു അല്ലേ? അപ്പോൾ അതെല്ലാം നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഈ അപ്പസ്തോല പ്രവർത്തനം എന്ന പുസ്തകം ഉണ്ടല്ലോ, ഇത് ഞാൻ 3 പ്രാവശ്യം ഞാനിത് ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളുടെ ഇടയിൽ, കഴിഞ്ഞ വർഷം 3 പ്രാവശ്യം ഞാനിത് വായിക്കാനിടയായി. 3 പ്രാവശ്യം ഞാൻ വായിച്ചു ഈ അപ്പസ്തോല 3 പ്രാവശ്യവും കരഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ അപ്പസ്തോല പ്രവർത്തനം വായിച്ചു തീർത്തത്. മനസ്സിലായി? കരഞ്ഞെന്ന് വെച്ചാൽ വലിയ അങ്ങനെ ഒച്ചത്തിൽ കരയല്ല, നമ്മൾ കണ്ണ് നിറഞ്ഞ് വിതുമ്പി അങ്ങനെ ആയിപ്പോയി. മനസ്സിലായോ? അപ്പസ്തോല പ്രവർത്തനം എന്ന ഈ പുസ്തകം മുഴുവനും വായിച്ചു തീർത്തത് അത് 3 പ്രാവശ്യം ഞാൻ വായിച്ചു. മനസ്സിലായി? അപ്പോൾ നമുക്ക് കണ്ണുനീരോടെ അല്ലാതെ ഈ അപ്പസ്തോല പ്രവർത്തനം എന്ന പുസ്തകം അത് വായിച്ചു തീർക്കാൻ പറ്റില്ല എന്ന് എനിക്കൊരു തിരിച്ചറിവുണ്ടായി. അപ്പം ഇത് ശരിക്കും
അപ്പസ്തോലന്മാരുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമെന്ന് ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന ഒറ്റ വാക്കിനെ ഈ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളുടെ ഈ പുസ്തകം മുഴുവനും വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണ്. മനസ്സിലായോ? ഇത് മുഴുവനും ഈ അധ്യായം ഇത്രയും അധ്യായങ്ങൾ 24ഓളം അധ്യായമുണ്ട് അല്ലേ? അധ്യായം മുഴുവനും അപ്പസ്തോല പ്രവർത്തനം മുഴുവനും അപ്പസ്തോലന്മാരുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമെന്ന് പറയുമ്പോൾ അവരുടെ രക്തസാക്ഷിത്വങ്ങളടക്കം ഈ അപ്പസ്തോല പ്രവർത്തനം എന്ന പുസ്തകം മുഴുവനും നമ്മൾക്ക് വ്യാഖ്യാനിച്ച് നൽകപ്പെടേണ്ടതാണ്. ഈ ഒറ്റ വാക്കിൽ എന്തിൻ്റെ ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന എന്താണ്? അപ്പസ്തോലന്മാരുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതം. മനസ്സിലായോ? അപ്പം ഞാൻ ആ 4-ാം അധ്യായം അതൊന്ന് വായിക്കട്ടെ. ഇവർ അവരെ പിടികൂടി അടുത്ത ദിവസം വരെ തടവിലിട്ടു. കാരണം അപ്പോൾ സന്ധ്യയായി കഴിഞ്ഞിരുന്നു. വചനം കേട്ടവരിൽ അനേകർ വിശ്വസിച്ചു. അവരുടെ എണ്ണം 5000-ഓളമായി. പിറ്റേ ദിവസം ഭരണാധിപന്മാരും ശ്രേഷ്ഠന്മാരും നിയമജ്ഞരും ജെറുസലേമിൽ ഒന്നിച്ചുകൂടി. പ്രധാന പുരോഹിതനായ അന്നാസും കയ്യഫാസ്, യോഹന്നാൻ, അലക്സാണ്ടർ എന്നീ പ്രധാന പുരോഹിത കുടുംബത്തിൽപ്പെട്ടവരും അവിടെ ഉണ്ടായിരുന്നു. അവരെ മധ്യത്തിൽ നിർത്തി അവർ ചോദിച്ചു, ഏത് ശക്തിയാലാണ് നിങ്ങളിത് പ്രവർത്തിച്ചത്? അല്ലെങ്കിൽ ഏതു നാമത്തിൽ? അപ്പോൾ പരിശുദ്ധാത്മാവാൽ നിറഞ്ഞ് പത്രോസ് അവരോട് പറഞ്ഞു, ഭരണാധിപന്മാരെ, ശ്രേഷ്ഠന്മാരെ, രോഗിയായ ഒരു മനുഷ്യന് ഞങ്ങൾ ചെയ്ത ഒരു സൽപ്രവൃത്തിയെക്കുറിച്ചാണ്, എന്തിനാൽ ഇവൻ സുഖപ്പെട്ടു എന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് വിചാരണ ചെയ്യപ്പെടുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും ഇസ്രായേൽ ജനം മുഴുവനും ഇതറിഞ്ഞിരിക്കട്ടെ. നിങ്ങൾ ക്രൂശിച്ചവനും മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിച്ചവനുമായ നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ്, അതിൽ തന്നെയാണ് ഇവൻ ആരോഗ്യവാനായിരിക്കുന്നത്. ഇവൻ ആരോഗ്യവാനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ മൂലക്കല്ലായി തീർന്ന കല്ലാണിവൻ. മറ്റാരിലും രക്ഷയില്ല. കാരണം നാം രക്ഷിക്കപ്പെടേണ്ടതിന് ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയും അവർ നിരക്ഷരരായ സാധാരണ മനുഷ്യരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ അത്ഭുതപ്പെടുകയും അവർ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നവരാണെന്ന് ഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ സുഖം പ്രാപിച്ച മനുഷ്യൻ അവരോടൊത്ത് നിൽക്കുന്നത് കണ്ടതിനാൽ എതിർത്തു പറയാൻ അവർക്കൊന്നുമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് സംഘത്തിൽ നിന്ന് പുറത്തു പോകാൻ അവരോട് കൽപ്പിച്ച ശേഷം അവർ പരസ്പരം ആലോചിച്ചു, ഈ മനുഷ്യരോട് നാം എന്താണ് ചെയ്യുക? ഇവർ വഴി ശ്രദ്ധേയമായ ഒരടയാളം സംഭവിച്ചിരിക്കുന്നു എന്നത് ജെറുസലേം നിവാസികൾക്കെല്ലാം വ്യക്തമാണ്. അത് നിഷേധിക്കാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ ഇത് ജനത്തിനിടയിൽ കൂടുതൽ പ്രചരിക്കാതിരിക്കാൻ ഈ നാമത്തിൽ ഇനി ഒരു മനുഷ്യനോടും സംസാരിക്കരുതെന്ന് നമുക്കവരെ താക്കീത് ചെയ്യാം. അവർ അവരെ വിളിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഒന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ അരുതെന്ന് കൽപ്പിച്ചു. പത്രോസും യോഹന്നാനും അവരോട് മറുപടി പറഞ്ഞു, ദൈവത്തെക്കാൾ ഉപരി നിങ്ങളെ അനുസരിക്കുന്നത് ദൈവസന്നിധിയിൽ ന്യായമാണ്. നിങ്ങൾ വിധിക്കുവിൻ. എന്തെന്നാൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തവയെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അവരെ ശിക്ഷിക്കാൻ വഴിയൊന്നും കാണായികയാൽ ജനം നിമിത്തം അവർ അവരെ കൂടുതൽ ഭീഷണിപ്പെടുത്തി വിട്ടയച്ചു. എന്തെന്നാൽ സംഭവിച്ചതിനെ പ്രതി എല്ലാവരും ദൈവത്തെ സ്തുതിച്ചിരുന്നു. സൗഖ്യത്തിൻ്റെ ഈ അടയാളം സംഭവിച്ച മനുഷ്യന് 40-ലേറെ വയസ്സുണ്ടായിരുന്നു. അപ്പോൾ ഇനി 7-ാം അധ്യായത്തിൽ വരുമ്പോഴത്തേക്കും സ്തെഫാനോസിൻ്റെ വധം അല്ലേ? അതേപോലെ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്കും യാക്കോബിനെ വധിക്കുന്നു. പിന്നെ പീഡനം ഇല്ലേ? ഇവിടെ മുതൽ അങ്ങോട്ട് പീഡനങ്ങളാണ്. അപ്പസ്തോലൻ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് ശേഷം പിന്നെ മുഴുവനും എന്താണ്? തടവും കാരാഗൃഹവും അടിയും ഇടിയും ഇല്ലേ? പൗലോസ് അപ്പസ്തോലനെയൊക്കെ വലിച്ചിഴച്ച് കൊണ്ടുപോയി എന്ന് വചനം എഴുതിയിട്ടുണ്ട്. ഞാനിപ്പോൾ അതെല്ലാം വായിക്കണില്ല, മനസ്സിലായോ? അപ്പം ഇത് ശരിക്കും ഒരു നടന്ന സംഭവമല്ലേ? അപ്പം ഇത് നമുക്കിങ്ങനെ വായിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയാതിരിക്കുമോ? മനസ്സിലാവുന്നുണ്ടോ? വികാരഭരിതമായി നമ്മൾ അത് ഇതാകും ഇത് വായിക്കുമ്പോൾ.
അപ്പം എനിക്ക് ഈ അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ അങ്ങനെ നിർത്താൻ പറ്റണില്ല, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് കണ്ടോ, അപ്പസ്തോലന്മാരുടെ സി എന്നാണ് ഇനി വായിക്കണത്, അപ്പസ്തോലന്മാരുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതം കണ്ടോ. അപ്പോൾ ഈ ഒരു വാക്കിനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ആഴത്തിലും പൂർണ്ണതയിലും ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ അപ്പസ്തോല പ്രവർത്തനം എന്ന പുസ്തകത്തിലെ അധ്യായങ്ങൾ മുഴുവനും നമ്മൾ ഒരു നല്ല എന്താ പറയുക വളരെ ആഴത്തിൽ നമ്മളത് വായിച്ച് ഗ്രഹിച്ച് അനുഭവിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ അപ്പസ്തോലന്മാരുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ കത്തോലിക്ക സഭയെക്കുറിച്ചുള്ള വെളിവ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. അപ്പോൾ അപ്പസ്തോലന്മാരുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതവും പരസ്നേഹ പ്രവർത്തനങ്ങളിലൂടെ കണ്ടോ, പരസ്നേഹ പ്രവർത്തനങ്ങളിലൂടെ. അപ്പോൾ അവിടെ അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 32 മുതൽ 37 വരെയുള്ള വചനങ്ങൾ നോക്കിയാൽ നിങ്ങൾ ഇപ്പോൾ പറയുന്ന ഭാഗം എന്താണ്? പരസ്നേഹ പ്രവർത്തനങ്ങളിലൂടെ. അതും ഞാനിവിടെ വായിക്കാം കേട്ടോ. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായത്തിൽ തന്നെ 32 മുതൽ 37 വരെയുള്ള ആ വചനഭാഗങ്ങൾ ഞാൻ വായിക്കാൻ പോകണം. അപ്പോൾ അതിൻ്റെ ഹെഡ്ലൈൻ ഇതാണ്, വിശ്വാസികളുടെ കൂട്ടായ്മ. ഇപ്പം ഇതെന്തിനു വേണ്ടിയാണ് വായിക്കണേ? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇപ്പം നമ്മൾ വായിച്ച ഭാഗം എന്താണ്? അപ്പസ്തോലന്മാരുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതം എന്നുള്ള അത് കഴിഞ്ഞിട്ട് പിന്നെ വരണം എന്തായിരുന്നു പിന്നെ വന്നത്? പരസ്നേഹ പ്രവർത്തനങ്ങളിലൂടെ. മനസ്സിലായോ? അപ്പം അതും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വചനഭാഗം വായിക്കാൻ വേണം. 4-ാം അധ്യായം അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 32 മുതൽ 37 വരെയുള്ള വചനങ്ങൾ. വിശ്വാസികളുടെ കൂട്ടായ്മ. വിശ്വാസികളുടെ സംഘം ഒരു ഹൃദയവും ആത്മാവുമായിരുന്നു. ആരും തങ്ങളുടെ വസ്തുവകകൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല. എല്ലാം അവർക്ക് പൊതുവായിരുന്നു. അപ്പസ്തോലന്മാർ കർത്താവായ യേശുവിൻ്റെ ഉദ്ധാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി. അവരെല്ലാവരുടെയും മേൽ വലിയ കൃപയുണ്ടായിരുന്നു. അവരുടെ ഇടയിൽ ദരിദ്രനായി ആരും ഉണ്ടായിരുന്നില്ല. കാരണം പറമ്പിൻ്റെ ഉടമസ്ഥരോ വീട് സ്വന്തമായി ഉണ്ടായിരുന്നവരോ അവ വിറ്റു കിട്ടിയ തുക കൊണ്ടുവന്ന് അപ്പസ്തോലന്മാരുടെ പാദത്തിങ്കൽ വെച്ചു. അത് ഓരോരുത്തർക്കും ആവശ്യമനുസരിച്ച് നൽകപ്പെട്ടു. ബർണബാസ് എന്ന അപരനാമത്തിൽ അപ്പസ്തോലന്മാർ വിളിച്ചിരുന്നവനും ബർണബാസ് എന്ന അപരനാമത്തിൽ അപ്പസ്തോലന്മാർ വിളിച്ചിരുന്നവനും, ഈ വാക്കിൻ്റെ അർത്ഥം ആശ്വാസപുത്രൻ എന്നാണ്, സൈപ്രസ് സ്വദേശിയും ലേവായനുമായ ജോസഫ് തനിക്കുണ്ടായിരുന്ന വയൽ വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പസ്തോലന്മാരുടെ പാദത്തിങ്കൽ വെച്ചു. അപ്പം ഇതാണ് പരസ്നേഹ പ്രവർത്തനം. ആദിമസഭയിലെ വിശ്വാസി സമൂഹത്തിലുണ്ടായിരുന്ന, വിശ്വാസികളുടെ ഇടയിലുണ്ടായിരുന്ന പരസ്നേഹ പ്രവർത്തനത്തെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ അപ്പസ്തോല പ്രവർത്തനത്തിലെ 4-ാം അധ്യായം 32 മുതൽ 37 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ വായിച്ചത്. മനസ്സിലായോ? അപ്പോൾ പരസ്നേഹ പ്രവർത്തനങ്ങളിലൂടെ തെളിയിക്കപ്പെടുന്നതും കണ്ടോ. ഇവിടെ 3 പോയിന്റുകളാണ് പറയണേ. ഈ ഗണ്ണികട അവസാനമായി വരുമ്പോഴത്തേക്കും 3 പോയിന്റ് എന്തൊക്കെയാണ്? അപ്പസ്തോലന്മാരുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതവും, രണ്ടാമത്തത് എന്താണ്? പരസ്നേഹ പ്രവർത്തനങ്ങളിലൂടെ തെളിയിക്കപ്പെടുന്നതും, മൂന്നാമത്തത് എന്താണ്? വിശുദ്ധ കുർബാന വഴി പരിപോഷിപ്പിക്കപ്പെടുന്നതുമാണത്. ഉണ്ടോ? വിശുദ്ധ കുർബാന വഴി പരിപോഷിപ്പിക്കപ്പെടുന്നതുമാണത്. മനസ്സിലായോ? ഞാനൊന്നും കൂടി ആ 2624 ഒന്ന് വായിക്കട്ടെ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ ആ 2624 ഖണ്ഡിക. ജെറുസലേമിലെ പ്രഥമ സമൂഹത്തിലെ വിശ്വാസികൾ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ പങ്കുചേർന്നു. ഈ ക്രമം സഭയുടെ പ്രാർത്ഥനയുടെ സവിശേഷതയാണ്. അപ്പസ്തോലന്മാരുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതവും പരസ്നേഹ പ്രവർത്തനങ്ങളിലൂടെ തെളിയിക്കപ്പെടുന്നതും, മൂന്നാമത് വിശുദ്ധ കുർബാന വഴി പരിപോഷിക്കപ്പെടുന്നതുമാണ്. അപ്പോൾ അതിൻ്റെ സൈഡ് ഖണ്ഡികയാണ് 1342.
അതൊന്ന് എടുത്തേ. 1342 എടുത്തേ. വായിക്കട്ടെ. 1342 2624 സൈഡ് കണ്ണിക. സഭ ആരംഭം മുതൽ കർത്താവിൻ്റെ ഈ കൽപ്പനയോട്. അപ്പം ഇവിടെ ഈ കൽപ്പനയോടെന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? 1341 എഴുതിയിരിക്കുന്നുണ്ടോ? അതിൻ്റെ ഹെഡ്ലൈൻ കണ്ടോ? 1341 ഹെഡ്ലൈൻ കണ്ടോ? ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അപ്പോൾ ആ കൽപ്പന മനസ്സിലായോ? ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് ഈശോ പറഞ്ഞ ആ കൽപ്പന, അതാണ് 1342 തുടങ്ങുന്നത്. സഭ ആരംഭം മുതൽ കർത്താവിൻ്റെ ഈ കൽപ്പനയോട് വിശ്വസ്തത പുലർത്തി. ജെറുസലേമിലെ സഭയെ സംബന്ധിച്ച് ഇപ്രകാരം പറയുന്നു. കണ്ടു, ജെറുസലേമിലെ ആദിമസഭാ വിശ്വാസി സമൂഹത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു. എന്ത് പറയുന്നു? അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. കണ്ടോ, താല്പര്യപൂർവ്വം പങ്കുചേർന്നു. അതെന്നെ ഒരുപാട് സ്ട്രൈക്ക് ചെയ്തു ആ വാക്ക്. കണ്ടോ, എന്താണ്? അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന. അതിൽ പങ്കുചേർന്നു എന്നല്ല, അതിൽ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. അത് കഴിഞ്ഞിട്ട് പറയാണ്, അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അപ്പം ഇവിടെ ഒരു 5-6 കാര്യങ്ങൾ പറയണം. എന്തൊക്കെയാണത് പറഞ്ഞത്? പിന്നെ അവർ ഏക മനസ്സോടെ. കണ്ടോ, അവർ ഏക മനസ്സോടെ. ഒന്നാമത്തെ പോയിന്റ്, അവർ ഏക മനസ്സോടെ, ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? താല്പര്യപൂർവം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്? അനുദിനം. നാലാമത്തെ കാര്യം എന്താണ്? ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും. കണ്ടു, ദൈവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും. ഇപ്പം ഇത്രയും 4ാമത്തെ പോയിന്റായി. ഇനി 5ാമത്തെ പോയിന്റ് എന്താണ്? ഭവനം തോറും അപ്പം മുറിക്കൽ. ഭവനം തോറും അപ്പം മുറിക്കുകയും 5ാമത്തെ കാര്യം ഉണ്ടോ. ഇനി 6ാമത്തെ കാര്യം എന്താണ്? ഹൃദയലാളിത്യത്തോടും. 7ാമത്തെ കാര്യം എന്താണ്? ആഹ്ലാദത്തോടും. 8ാമത്തെ കാര്യം എന്താണ്? ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. ഉണ്ടോ. അപ്പോൾ 8 പോയിന്റ് ആയില്ലേ? ആയോ ഇല്ലയോ? മനസ്സിലായോ? അപ്പം ഞാൻ ഒന്നും കൂടി വായിക്കാം. സഭ ആരംഭം മുതൽ കർത്താവിൻ്റെ ഈ കൽപ്പനയോട് വിശ്വസ്തത പുലർത്തി. ജെറുസലേമിലെ സഭയെ സംബന്ധിച്ച് ഇപ്രകാരം പറയുന്നു. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. അപ്പോൾ ഈ 4 ഘടകങ്ങളെ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. 2624 വായിച്ചപ്പോൾ അത് ആ പഠന ബൈബിളിൽ നിന്ന് നമ്മളെടുത്ത് പറഞ്ഞിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള 8 പോയിന്റുകളാണ്. എന്തൊക്കെയാണ് 8 പോയിന്റ്? അവർ ഏക മനസ്സോടെ താല്പര്യപൂർവം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. താല്പര്യപൂർവം, അനുദിനം. ഇതൊക്കെ വലിയ അർത്ഥങ്ങളാണ് നമ്മളെ സംബന്ധിച്ച്. കാരണം നമ്മളെ സംബന്ധിച്ച് അർത്ഥങ്ങളാണെന്ന് പറയാൻ കാരണം, നമുക്ക് ഒരു വിശുദ്ധ കുർബാന എന്ന കൂദാശയിലേക്ക്, ആ ബലിപീഠത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് എത്രത്തോളം ആഗ്രഹവും താല്പര്യവും ഉണ്ടെന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു ചടങ്ങ്, ഒരു കഴിച്ചിൽ മാത്രമായിട്ട് അതങ്ങനെ പോവുകയാണ്. താല്പര്യപൂർവം, അനുദിനം, ഏക മനസ്സോടെ.
ഇതൊക്കെ വലിയ വലിയ ആശയങ്ങളാണ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് ഈ വാക്കുകളെല്ലാം. മനസ്സിലായോ? ഇനി 2625 അല്ലേ, 2625 ഖണ്ഡികയിലേക്ക് പോകും. ഇപ്പം ഇത്രയും നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഞാൻ ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? അപ്പം ഇനി 2625 ഖണ്ഡികയിൽ ഇന്ന് ഞാൻ വായിക്കാൻ പോവാണ്. ഒന്നാമതായി വിശ്വാസികൾ കേൾക്കുകയും, കണ്ടോ, ഒന്നാമതായി വിശ്വാസികൾ കേൾക്കുകയും വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനകളെ, കണ്ടോ, ഒന്നാമതായി വിശ്വാസികൾ കേൾക്കുകയും വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥന. ഇപ്പം ഇന്നത്തെ ലിറ്റർജി സംബന്ധിച്ച് ഇന്ന് അല്ലേ ഞായറാഴ്ചയാണ്. അപ്പോൾ ആഘോഷപൂർവമായ കുർബാനയിൽ നമ്മൾ പങ്കുകൊണ്ടു. അപ്പം ഇന്നത്തെ ലത്തീൻ ആരാധനക്രമത്തിലെ വായനകൾ, ഒന്നാം വായന എന്താണ്, മലാക്കിയുടെ പുസ്തകമാണെന്നാണ്. മലാക്കി, ഒരു സെക്കൻഡ്. മലാക്കിയുടെ പുസ്തകം, മലാക്കിയുടെ പുസ്തകം. അപ്പം ഇതിവിടെ ഉണ്ട്. ഇതിൻ്റെ ഞായറാഴ്ച വായനയുടെ പുസ്തകം ഇതാണ്. അതുകൊണ്ടോ, ഇതാണത്. അപ്പോൾ ഞാനിപ്പോൾ നോക്കിയിട്ടില്ല, ഞാൻ പറയാൻ ശ്രമിക്കാം. മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം. 3-ാം അധ്യായമാണ് ആദ്യത്തെ വായന. പ്രതിവചന സങ്കീർത്തനമാണ് 98-ാമത്തെ. ഭൂമിയെ നീതിയോടെ വിധിക്കാൻ വരുന്നു. ഇനി 3-ാം വായനയാണ്, രണ്ടാമത്തെ വായനയാണ് എന്തെന്ന്, 2 തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം എന്താണ്, 3-ാം അധ്യായം. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം. പിന്നെ ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം. കണ്ടോ, അത് തന്നെയാണ്. കണ്ടോ, ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് ലത്തീൻ വായനകളും സുവിശേഷവുമാണ് ഭാഗമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കണ്ടോ, സുവിശേഷ ഭാഗം ഇവിടെ ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത് തന്നെ പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവൻ നിങ്ങൾ നേടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങണത്, സുവിശേഷം തുടങ്ങണത് തന്നെ. അപ്പോൾ നമ്മളിപ്പോൾ ഞാനിത് പറയാൻ കാരണം, ഒന്നാമതായി വിശ്വാസികൾ കേൾക്കുകയും വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനകളെ, ഉണ്ടോ, പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളെ ക്രിസ്തുവിൽ അവ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന, ഉണ്ടോ, പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളെ അവ ക്രിസ്തുവിൽ അവ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന കാരണത്താൽ വിശ്വാസികൾ സ്വന്തമാക്കുന്നു. കണ്ടോ, സങ്കീർത്തനം പുസ്തകങ്ങൾ യേശുക്രിസ്തു ജനിക്കുന്നതിനും 1000 വർഷത്തിന് മുൻപ് ദാവീദ് രാജാവിലൂടെ ഇല്ലേ പരിശുദ്ധാത്മാവ് നൽകിയ അല്ലേ സങ്കീർത്തനമാലാലാപ അല്ലേ അല്ലേ, എനിക്കത് കിട്ടണില്ല പറയാനായിട്ട്. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ അതിൽ 22-ാമത്തെ സങ്കീർത്തനം ഒന്നെടുത്ത് 22-ാമത്തെ സങ്കീർത്തനം അതൊന്ന് അവരെൻ്റെ കൈകാലുകൾ കുത്തിത്തുളച്ചു എന്നാ വചനം ഒന്ന് വായിച്ചേ. അപ്പം എന്താണ്, സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 22-ാം അധ്യായം, 22-ാമത്തെ സങ്കീർത്തനം, അതിൽ ഈയൊരു വചനഭാഗമുണ്ട്. എന്തെന്ന്, അവരെൻ്റെ കൈകാലുകൾ. അപ്പോൾ ആ വചനഭാഗങ്ങളൊന്ന് വായിച്ചേ ഒന്ന്. അത് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന, അപ്പം അത് ആരെക്കുറിച്ചാണെന്നുള്ളതാണ്. അപ്പം അത് ഈശോനെ കുറിച്ചാണ് പറയണതെന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പം അതാണ്
ഒന്നാമതായി വിശ്വാസികൾ കേൾക്കുകയും വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനകളെ, പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങൾ, ക്രിസ്തുവിൽ അവ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന്. കണ്ടോ, ക്രിസ്തുവിൽ അവ പൂർത്തീകരിക്കുക. അപ്പോൾ ഒന്ന് വായിച്ചേ ആ വചനം ഒന്ന് വായിച്ചേ. ഉണ്ടോ? ഞാനൊന്ന് വായിക്കാം കേട്ടോ. അത് എത്രാമത്തെ വചനമാണത്? കണ്ടോ, 17-ാമത്തെ വചനം, 17 മുതൽ വായിക്കാം. അവർ എൻ്റെ കൈകാലുകൾ കുത്തിത്തുളച്ചു, എൻ്റെ അസ്ഥികളെല്ലാം എനിക്ക് എണ്ണാമെന്നായി. അവർ എന്നെ നോക്കി രസിക്കുന്നു, അവർ എൻ്റെ വസ്ത്രങ്ങൾ തങ്ങൾക്കായി പങ്കിടുന്നു, എൻ്റെ മേലങ്കിക്കായി അവർ നറുക്കിടുന്നു. കണ്ടോ, ഇതെല്ലാം. അപ്പം അങ്ങനെ 150 സങ്കീർത്തനങ്ങളിലും യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് ഉള്ളത് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് വിശുദ്ധ അഗസ്തീനോസ്, സഭാപിതാവായ വിശുദ്ധ അഗസ്തീനോസ് തൻ്റെ 150 സങ്കീർത്തനങ്ങളുടെ ഓരോ വാക്കുകളെയും എടുത്ത് അതിലെ ക്രിസ്തു വിജ്ഞാനീയം ക്രിസ്തു വിജ്ഞാനവും ക്രിസ്തുവിൻ്റെ രഹസ്യങ്ങളും ഓരോ സങ്കീർത്തനങ്ങളിൽ നിന്നും കണ്ടെത്തി അത് പരിശുദ്ധാത്മാവിലൂടെ അത് എഴുതി സഭയ്ക്ക് നൽകിയിട്ടുണ്ട്. മനസ്സിലായി? 150 സങ്കീർത്തനങ്ങൾ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഉദാഹരണമായിട്ട്, അല്ലെങ്കിൽ നമുക്കൊന്ന് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഈ 22-ാം സങ്കീർത്തനം പെട്ടെന്ന് കണ്ട, അവർ എൻ്റെ കൈകാലുകൾ കുത്തിത്തുളച്ചു എന്നുള്ളത് യേശുക്രിസ്തു അനുഭവിക്കാനിരിക്കുന്ന ആ പീഡാനുഭവം, കുരിശിൽ അനുഭവിക്കാനിരിക്കുന്ന ആ അവസ്ഥ, അത് 1000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടിരിക്കുകയാണ് സങ്കീർത്തനങ്ങളിൽ. മനസ്സിലായോ? അപ്പോൾ ഞാൻ 2625 ഒന്നുകൂടി വായിക്കണേ. ഒന്നാമതായി വിശ്വാസികൾ കേൾക്കുകയും വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനകളെ. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയണം, പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളെ ക്രിസ്തുവിൽ അവ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന കാരണത്താൽ. കണ്ടോ, ക്രിസ്തുവിൽ അത് പൂർത്തീകരിക്കപ്പെട്ടോ ഇല്ലയോ? അവർ എൻ്റെ കൈകാലുകൾ കുത്തിത്തുളക്കും, അവർ എൻ്റെ മേലങ്കിക്കായി നറുക്കിടും. മനസ്സിലായോ? അല്ലേ, ക്രിസ്തുവിൽ അവ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന കാരണത്താൽ വിശ്വാസികൾ സ്വന്തമാക്കുന്നു. എന്നിട്ട് 96 എഴുതിയിരിക്കുകയാണ്. 96 എന്ന് പറഞ്ഞ നമ്പറിൽ എഴുതിയിരിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം. ഉണ്ടോ, ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ അതൊന്ന് ഞാൻ വായിക്കട്ടെ. അത് ഈ പഠന ബൈബിളിൽ നിന്ന് വായിക്കാം. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം, അതിൽ 27-ും 44-ഉം വചനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാനത് 24-ാം അധ്യായത്തിൽ, ലൂക്ക 24-ാം അധ്യായം 27-ാമത്തെ വചനം, അതിൻ്റെ ആ വചനം ആദ്യം വായിക്കാം. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളതെല്ലാം. അപ്പം ഇത് ഏത് പശ്ചാത്തലത്തിലാണെന്നൊക്കെ നമുക്കറിയാം. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ, അല്ലേ, ആ ഭാഗത്താണ് ഈ ഒരു ഇതൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈശോ പറയാണ്, അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളതെല്ലാം വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് തൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? അനന്തരം മോശ മുതൽ എല്ലാ പ്രവാചകന്മാരും, കണ്ടോ, മോശ മുതൽ എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിലെല്ലാം തന്നെ പറ്റി എഴുതിയിരുന്നവ അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. മനസ്സിലായോ? അപ്പോൾ വരാനിരിക്കുന്ന
ഇതിൻ്റെ ഒരു നിഴലാണ് അല്ലേ, വരാനിരിക്കുന്നതിൻ്റെ നിഴലാണ് പഴയ നിയമം എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കി. ഈ കത്തോലിക്ക സഭയുടെ 129 ഖണ്ഡിക തന്നെ തുടങ്ങുന്നത് നമ്മൾ പല പ്രാവശ്യവും നമ്മൾ വായിക്കുകയും ഒക്കെ പറയുകയും ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടിപ്പോൾ അത് എടുക്കുന്നില്ല. എന്നാലും ഞാനതൊരു ആ വാക്കുകളൊന്ന് ഉദ്ധരിക്കാൻ ശ്രമിക്കുകയാണ്. എന്താണ്? മരിച്ചുദ്ധാനം ചെയ്ത ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിലാണ് ക്രിസ്ത്യാനികൾ പഴയ നിയമം വായിക്കുന്നതെന്ന് ഉണ്ടോ. മരിച്ച് ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിൻ്റെ ആണ് ക്രിസ്ത്യാനികൾ എന്ത് വായിക്കുന്നത്? പഴയ നിയമം വായിക്കണേ. അപ്പോൾ വിശുദ്ധ ലിഖിതങ്ങളിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും സങ്കീർത്തനങ്ങളിലുമെല്ലാം ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ക്രിസ്തു തന്നെ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാർ ആ ഭാഗത്ത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ എന്താണ് 2625 ഇപ്പം നമ്മൾ വായിച്ചത് എന്താണ്? ഒന്നാമതായി വിശ്വാസികൾ കേൾക്കുകയും വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനകളെ, പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളെ, ക്രിസ്തുവിൽ അവ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന കാരണത്താൽ വിശ്വാസികൾ അവ സ്വന്തമാക്കുന്നു. ഉണ്ടോ? ആ ഒറ്റ കാരണത്താലാണ്. എന്താണ് കാരണം? അവ ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടു. അതാണ് ഈശോ പറഞ്ഞ, നിയമത്തെ അസാധുവാക്കാനല്ല ഞാൻ വന്നത്, അല്ലേ, അത് പൂർത്തീകരിക്കാനാണ്. അത് എന്നിലൂടെയാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. അല്ലാതെ അതിനൊരു പൂർത്തീകരണമില്ല. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ 44-ാമത്തെ വചനവും കൂടി ഞാൻ വായിക്കട്ടെ. 44-ാമത്തെ വചനം 27-ാമത്തെ വചനം നമ്മൾ വായിച്ചല്ലോ. അതിൻ്റെ പഠന ബൈബിളിൽ ആ ഫുട് നോട്ട്, അതിൻ്റെ ഒരു വ്യാഖ്യാനം വായിക്കട്ടെ. ഈ വചനത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനം 24-ാം അധ്യായം 27-ാമത്തെ വചനം, അതിൻ്റെ വ്യാഖ്യാനം വായിക്കട്ടെ. ലിഖിതങ്ങളിലെല്ലാം എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുകയാണ് തോറ, അതായത് നിയമം. പിന്നെ പ്രവാചകന്മാർ, അതിനെ നബീം അല്ലേ. പ്രവാചകന്മാരെന്താ പറയുക? നബീം. നിയമത്തിന് എന്താ പറയുക? തോറ, നബീം. പിന്നെ പറയണ ലിഖിതങ്ങൾ എന്താ പറയുക? കൊത്തുബീം. മനസ്സിലായോ? ലിഖിതങ്ങൾ എന്നീ പഴയ നിയമഗ്രന്ഥ ഗണങ്ങളിൽ നിന്ന് യേശു തൻ്റെ ജനനം, ശുശ്രൂഷ എന്ന് വെച്ചാൽ മനസ്സിലായോ? പരസ്യ ജീവിതം. മനസ്സിലായോ? ശുശ്രൂഷ, മരണത്തിൽ എന്തൊക്കെയുണ്ട്? പെസഹാരഹസ്യം മുഴുവൻ അടങ്ങുന്നുണ്ടല്ലോ. മരണം, ഉദ്ധാനം എന്നിവ ഉൾക്കൊള്ളുന്ന രക്ഷാകര ചരിത്രത്തിൻ്റെ ഒരു സംക്ഷിപ്ത ദർശനം നൽകുന്നു. അല്ലേ? ഇത് വളരെ ഉപയോഗപ്രദമല്ലേ ഈ ബൈബിള്? നോക്കിയേ, ഒന്നും കൂടി ഞാൻ വായിക്കട്ടെ. 24-ാം ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 27-ാമത്തെ വചനത്തിൻ്റെ ആ വ്യാഖ്യാനം കൊടുത്തിരിക്കുകയാണ് ഫുട് നോട്ടിൽ, പഠന ബൈബിളിൽ. ലിഖിതങ്ങളിലെല്ലാം എന്ന് പറഞ്ഞാൽ നിയമം എന്ന് പറഞ്ഞാൽ തോറ. പിന്നെ രണ്ടാമത് പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ നബീം. ഇനി ലിഖിതങ്ങൾ എന്താ പറയുക? കൊത്തുബീം എന്നീ പഴയ നിയമഗ്രന്ഥ ഗണങ്ങളിൽ നിന്ന് യേശു തൻ്റെ ജനനം, ശുശ്രൂഷ, മരണം, ഉദ്ധാനം. ഉണ്ടോ? യേശു തൻ്റെ ജനനം, ശുശ്രൂഷ, മരണം, ഉദ്ധാനം എന്നിവ ഉൾക്കൊള്ളുന്ന രക്ഷാകര ചരിത്രത്തിൻ്റെ ഒരു സംക്ഷിപ്ത ദർശനം നൽകുന്നു. മനസ്സിലായോ? ഇനി അതേപോലെ തന്നെ 24-ാമത്തെ ആ അധ്യായത്തിൽ തന്നെ 44-ാമത്തെ വചനവും കൂടി ഈ CCCയിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. 44-ാമത്തെ വചനം. അപ്പോൾ അതും കൂടി ഞാനൊന്ന് വായിക്കട്ടെ. 24-ാം അധ്യായത്തിൽ തന്നെ 44-ാമത്തെ വചനം. മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ളവ എന്നൊക്കെ പറഞ്ഞിട്ട് ഈശോ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കണേ. അപ്പോൾ അതിനെ പ്രതിപാദിച്ചുകൊണ്ട് തുടങ്ങാണ്. പരമ്പരാഗതമായി ഹീബ്രു ബൈബിളിനെ 3 ഭാഗങ്ങളായി യഹൂദർ വിഭജിച്ചിരുന്നു. ഉണ്ടോ? എന്താണ്? പരമ്പരാഗതമായി ഹീബ്രു ബൈബിളിനെ 3 ഭാഗങ്ങളായി യഹൂദർ എന്ത് ചെയ്തിരുന്നു? വിഭജിച്ചിരുന്നു. അതായത് പഴയ നിയമം മുഴുവനും ഹീബ്രു ആയിരുന്നെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ? പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ?
ഹീബ്രുവിലായിരുന്നു എന്നുള്ളത് പഴയ നിയമം മുഴുവൻ. മനസ്സിലായോ? അപ്പോൾ ഹീബ്രു ബൈബിളിനെ 3 ഭാഗങ്ങളായി, പരമ്പരാഗതമായി ഹീബ്രു ബൈബിളിനെ 3 ഭാഗങ്ങളായി യഹൂദർ വിഭജിച്ചിരുന്നു. ലിഖിതങ്ങളിലെ ഒന്നാമത്തെ ഗ്രന്ഥം സങ്കീർത്തനങ്ങളാണ്. ലിഖിതങ്ങളിലെ ഒന്നാമത്തെ ഗ്രന്ഥം സങ്കീർത്തനങ്ങളാണ്. യഹൂദർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഗ്രന്ഥവും അതുതന്നെ. അതിനാലായിരിക്കണം ലിഖിതങ്ങൾ എന്ന സംജ്ഞയ്ക്ക് പകരം സങ്കീർത്തനങ്ങൾ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കുറേ ഉണ്ട് കേട്ടോ. ഞാനത് ചില ഭാഗങ്ങൾ മാത്രം എടുത്ത് വായിക്കണം. അപ്പോൾ ഇത് ഈ ബൈബിള് നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അത് നോക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ എല്ലാം എഴുതിയിരിക്കണത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാണ്. ഇത് കണ്ടോ ഹീബ്രു ബൈബിളിൻ്റെ കുറിച്ച് ഉണ്ടോ? അതിൻ്റെ ഇപ്പം നമ്മൾ വായിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ എന്തെന്നാണ്? മോശ, യഹൂദ ബൈബിൾ വിഭജനം, തോറ നിയമം, നബീം പ്രവാചകന്മാർ, കൊത്തുബീം ലിഖിതങ്ങൾ. കണ്ടോ 3ആയിട്ട് വിഭജിച്ചിരുന്നു ഹീബ്രു ബൈബിളിനെ. മനസ്സിലായോ? പിന്നെ അതാണ് ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്തത്. അപ്പോൾ അതങ്ങനെ അതൊന്നും കൂടി വായിക്കട്ടെ. ഒന്നാമതായി ഈ CCC എന്ന് വായിക്കുകയാണ് 2625. ഒന്നാമതായി വിശ്വാസികൾ കേൾക്കുകയും വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനകളെ, പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളെ ക്രിസ്തുവിൽ അവ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന കാരണത്താൽ വിശ്വാസികൾ സ്വന്തമാക്കുന്നു. ഇനി അടുത്തത് സഭയുടെ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കണേ. ഇത്തിരിയും കൂടി പ്രാധാന്യം അറിയിക്കുന്ന ചില വാക്കുകളാണ് ഇനി പറഞ്ഞത്. എന്താണ് സഭയുടെ പ്രാർത്ഥനയിൽ? എന്താണ് സഭയുടെ പ്രാർത്ഥന? എന്താണ് സഭയുടെ പ്രാർത്ഥന? അതാണ് ലിറ്റർജി. മനസ്സിലായേ? സഭയുടെ പ്രാർത്ഥന മെയിനായിട്ട് പറയണത് എന്താണ്? ലിറ്റർജി അല്ലേ? സഭയുടെ പ്രാർത്ഥനയിൽ ക്രിസ്തുവിൻ്റെ ഓർമ്മ. കണ്ടോ? ക്രിസ്തുവിൻ്റെ ഓർമ്മ. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാനായിട്ട് ഈശോ പറഞ്ഞില്ലേ? അതാണ് ക്രിസ്തുവിൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ പെസഹ രഹസ്യം. ശ്രദ്ധിക്കണം കേട്ടോ. ക്രിസ്തുവിൻ്റെ ഓർമ്മ സജീവമായി നിലനിർത്തുന്ന, അത് ജീവനുള്ളതായി നിലനിർത്തുന്ന പരിശുദ്ധാത്മാവ്. കണ്ടോ? പരിശുദ്ധാത്മാവാണ് ഇതൊക്കെ ചെയ്യണത്. എന്തൊക്കെ ചെയ്യണത്? സഭയുടെ പ്രാർത്ഥനയിൽ ക്രിസ്തുവിൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ അവൻ്റെ പെസഹ രഹസ്യം സജീവമായി അതായത് ജീവനുള്ളതാക്കി നിലനിർത്തുന്ന പരിശുദ്ധാത്മാവ് അവളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുകയും, അവളെ എന്ന് വെച്ചാൽ സഭയെ. സത്യം എന്ന് പറഞ്ഞാൽ ആരാണ്? എന്താണ് സത്യം? ഈശോയാണ്. മനസ്സിലായോ? അപ്പം ഈശോയുടെ പൂർണ്ണതയിലേക്ക് നയിക്കുകയും, ഈശോയുടെ പൂർണ്ണതയിലേക്ക് നയിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഈശോയുടെ പൂർണ്ണതയിലേക്ക് നയിക്കുക എന്ന് പറഞ്ഞാൽ അവനുമായിട്ടുള്ള ആ നിത്യതയിലേക്ക് പങ്കുകാരനും ആകുക എന്നുള്ളതാണ്. ആ നിത്യതയിലേക്കുള്ള പ്രവേശനത്തെയാണ് അല്ലേ, അതവൻ്റെ 2ാം വരവിലൂടെയാണ് സാധിക്കുക. കണ്ടോ? ശ്രദ്ധിച്ചോ നിങ്ങൾ? നമുക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാകുമോ? ഇപ്പം ഇതിങ്ങനെ ഉണ്ടോ? ഞാൻ ഒന്നും കൂടി വായിക്കാം. സഭയുടെ പ്രാർത്ഥനയിൽ ക്രിസ്തുവിൻ്റെ ഓർമ്മ സജീവമായി നിലനിർത്തുന്ന പരിശുദ്ധാത്മാവ് അവളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുകയും സഭയുടെ ജീവിതത്തിലും, കണ്ടോ, സഭയുടെ ജീവിതത്തിലും, അപ്പസ്തോല പ്രവർത്തനം മുഴുവനും ഈ സഭയുടെ ജീവിതത്തെക്കുറിച്ചാണ് പറയണത്. മനസ്സിലായോ? സഭയുടെ ജീവിതത്തിലും എന്ന് പറഞ്ഞ ഒറ്റ വാക്കിനെ മാത്രം നമുക്ക് അപ്പസ്തോല പ്രവർത്തനം എന്ന പുസ്തകം മുഴുവനും അവിടെ ഉൾച്ചേർക്കപ്പെടേണ്ടതാണ്. സഭയുടെ ജീവിതത്തിലും എന്ന് പറയുമ്പോൾ അപ്പസ്തോല പ്രവർത്തനം മുഴുവനും അതിലടങ്ങുന്നതാണ്. മനസ്സിലായോ? അപ്പസ്തോല പ്രവർത്തനം മുഴുവനും ആ സഭയുടെ ജീവിതത്തിൽ എന്താണ് അതിൻ്റെ ആ കഴമ്പ് മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനം മുഴുവനും വിരചിതമായിട്ടുള്ളത്. എന്താണ്? സഭയുടെ ജീവിതത്തിലും കൂദാശകളിലും, ശ്രദ്ധിക്കണേ, സഭയുടെ ജീവിതത്തിലും കൂദാശകളിലും ദൗത്യ നിർവഹണത്തിലും പ്രവർത്തനനിരതനായ ക്രിസ്തുവിൻ്റെ, കണ്ടോ, പ്രവർത്തനനിരതനായ ക്രിസ്തുവിൻ്റെ അമേയ രഹസ്യം, അതായത് അളക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ആഴം അല്ലേ, അത്രയും അഗാധമായ ആഴമായ
അമേയ രഹസ്യത്തെ ആവിഷ്കരിക്കാൻ, അതായത് വെളിപ്പെടുത്താൻ പുതിയ പുതിയ വാങ്മയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ പുതിയ വാങ്മയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? രൂപവൽക്കരണം. പുതിയ പുതിയ രൂപവൽക്കരണങ്ങൾക്ക് പ്രചോദനം നൽകുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കണം കേട്ടോ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകണ വേടുകളല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്, എന്നാൽ വളരെ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. ഞാൻ ഒന്നും കൂടി വായിക്കട്ടെ. സഭയുടെ പ്രാർത്ഥനയിൽ ക്രിസ്തുവിൻ്റെ ഓർമ്മ സജീവമായി നിലനിർത്തുന്ന പരിശുദ്ധാത്മാവ് അവളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുകയും സഭയുടെ ജീവിതത്തിലും കൂദാശകളിലും ദൗത്യനിർവഹണം എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷാകര പദ്ധതി. മനസ്സിലായോ? ആ രക്ഷാകര പദ്ധതിയിലും പ്രവർത്തന നിരതനായ ക്രിസ്തുവിൻ്റെ അമേയ രഹസ്യത്തെ, അളക്കാൻ പറ്റാത്ത ആഴമാർന്ന രഹസ്യത്തെ, നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റാത്ത ആ രഹസ്യത്തെ ആവിഷ്കരിക്കാൻ, അതായത് വെളിപ്പെടുത്താൻ പുതിയ പുതിയ വാങ്മയങ്ങൾ, അതായത് പുതിയ പുതിയ രൂപവൽക്കരണങ്ങൾക്ക് പ്രചോദനം നൽകുകയും ചെയ്യുന്നു. മഹത്തായ ആരാധനക്രമപരവും ആധ്യാത്മികവുമായ പാരമ്പര്യങ്ങളിൽ ഇപ്പറഞ്ഞ വാങ്മയങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പറഞ്ഞ രൂപവൽക്കരണങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പസ്തോലികവും കാനോനികവുമായ വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെ വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ള പ്രാർത്ഥനാരൂപങ്ങൾ എന്നും ക്രൈസ്തവ പ്രാർത്ഥനയുടെ മൂല മാതൃകകളായി നിലനിൽക്കും. അപ്പം ഇത് ഇപ്പം നമുക്ക് വല്ലതും മനസ്സിലായത്? ഇത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പം ആദ്യം നമുക്ക് 1092 വായിക്കാം. 1092, അതിൻ്റെ സൈഡ് കണ്ണിക 1092 വായിക്കാം. 1092 എടുത്തേ. Hallelujah, praise you Lord, praise you Jesus, hallelujah, thank you Lord. ശ്രദ്ധിക്കണം കേട്ടോ. 1092 വായിക്കട്ടെ. എടുത്തോ നിങ്ങൾ? വായിക്കാൻ പോനാണേ. ഇങ്ങനെ ക്രിസ്തു രഹസ്യം കൗദാശികമായി പ്രദാനം ചെയ്യുന്നതിൽ, കണ്ടോ, ശ്രദ്ധിക്കണേ, ഇങ്ങനെ ക്രിസ്തു രഹസ്യം. ഈ ക്രിസ്തു രഹസ്യം എവിടെയാണ് പൂർത്തിയായത്? എവിടെയാണ് സംഭവിച്ചത്? ഇങ്ങനെ ക്രിസ്തു രഹസ്യം, കണ്ടോ, ക്രിസ്തു രഹസ്യം എന്ന് പറഞ്ഞാൽ അല്ലേ, യേശു ഗാഗുൽത്തായിൽ ആ കുരിശിൽ അർപ്പിച്ച ആ ബലിയും ആ നിമിഷങ്ങളും അല്ലേ, അതാണ് ക്രിസ്തു രഹസ്യം. അപ്പോൾ ആ ക്രിസ്തു രഹസ്യം ഗാഗുൽത്തയിൽ അവനന്ന് അർപ്പിച്ച ആ കുരിശിൽ അർപ്പിച്ച ആ ബലിയും ആ രഹസ്യങ്ങളും, അതിനെയാണ് ക്രിസ്തു രഹസ്യം എന്ന് പറയണേ. ആ ക്രിസ്തു രഹസ്യം കൗദാശികമായി പ്രദാനം ചെയ്യും. കണ്ടോ, കൗദാശികമായി പ്രദാനം ചെയ്യും. കൂദാശയിലൂടെ, വിശുദ്ധ കുർബാന എന്ന കൂദാശയിലൂടെ അത് നമ്മളിലേക്ക് പ്രവഹിപ്പിക്കുന്നു. കണ്ടോ, കൗദാശികമായി പ്രദാനം ചെയ്യുന്നതിൽ പരിശുദ്ധാത്മാവ് രക്ഷാപദ്ധതിയുടെ മറ്റു സന്ദർഭങ്ങളിൽ എന്ന പോലെ, കണ്ടോ, പരിശുദ്ധാത്മാവ് രക്ഷാകര പദ്ധതിയിലെ മറ്റു സന്ദർഭങ്ങൾ, അതായത് ഈ പറഞ്ഞ ക്രിസ്തു രഹസ്യം സംഭവിച്ച ആ നിമിഷവും ആ സമയവും ഒക്കെ ഇല്ലേ, യേശു ക്രിസ്തു ഗാഗുൽത്തയിൽ ബലിയർപ്പിച്ച ആ നിമിഷം കുരിശിൽ, അന്ന് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചില്ലേ? ആ പ്രവൃത്തി തന്നെ ഇന്നും പ്രവർത്തിക്കുന്നു കൂദാശയിലൂടെ, കൗദാശികമായി. മനസ്സിലാവുണ്ടോ ഞാൻ പറഞ്ഞു വരണേ? കൂദാശയിലൂടെ ആര് പ്രവർത്തിക്കുന്നു? അന്ന് പ്രവർത്തിച്ച പരിശുദ്ധാത്മാവ് ഇന്ന് ഓരോ ബലിപീഠത്തിലും ഓരോ പുരോഹിതന്റെയും ബലിയർപ്പണത്തിലൂടെ, ഓരോ പുരോഹിതനിലൂടെയും അർപ്പിക്കപ്പെടുന്ന ആ ബലിയർപ്പണത്തിലൂടെ കൗദാശികമായി ക്രിസ്തു രഹസ്യത്തെ അവൻ സന്നിഹിതമാക്കുന്നു, യാഥാർത്ഥ്യമാക്കുന്നു. അപ്പം ഞാനൊന്നും കൂടി വായിക്കാം. ഇങ്ങനെ ക്രിസ്തു രഹസ്യം കൗദാശികമായി പ്രദാനം ചെയ്യുന്നതിൽ പരിശുദ്ധാത്മാവ് രക്ഷാപദ്ധതി, കണ്ടോ, രക്ഷാപദ്ധതി എന്നായിരുന്നു അല്ലേ, യേശു ക്രിസ്തു അന്ന് ഗാഗുൽത്തയിൽ അർപ്പിച്ച ആ ബലി അല്ലേ, അതാണ് രക്ഷാകര പദ്ധതി.
ആ പദ്ധതിയുടെ മറ്റു സന്ദർഭങ്ങളിലെന്ന പോലെ ഒരേ രീതിയിൽ, കണ്ടോ, ആ അന്ന് പ്രവർത്തിച്ച രീതിയില്ലേ, അതേ രീതി തന്നെയാണ് ഇവിടെ. അതേ രീതി തന്നെയാണ് ഇവിടെ. പക്ഷെ രക്തരഹിതമാണെന്ന് മാത്രം. ഈ ബലി രക്തരഹിതമാണ്. അന്ന് അർപ്പിച്ച, യേശുക്രിസ്തു അർപ്പിച്ച പോലെ രക്തം ഒഴുകുന്നില്ല. പക്ഷേ ആത്മീയമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ രക്തം ഒഴുകുന്നുണ്ടോ ഇല്ലയോ? ഒഴുകുന്നുണ്ട്. രക്തരഹിതമായ ബലി എന്നൊക്കെ പറഞ്ഞിട്ട് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അത് രക്തരഹിതമായ ബലി. മനസ്സിലായോ? അന്ന് വെച്ചിട്ട് രക്തരഹിതമാണോ? അല്ല. അന്നല്ലേ? ആണ്. മനസ്സിലായോ? ആണ്, അല്ല. മനസ്സിലായോ? രണ്ടും ഒരു പ്രത്യേക രീതിയാണ്. മനസ്സിലായോ? അപ്പം അന്ന് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച അതേ രീതിയിൽ തന്നെ ഇന്നും ഈ ബലിപീഠത്തിൽ, ഈ കൗദാശിക പദ്ധതിയിലൂടെ പ്രവർത്തിച്ചുകൊണ്ട് ആ ക്രിസ്തു രഹസ്യത്തെ അവൻ സന്നിഹിതമാക്കുകയും യാഥാർത്ഥ്യമാക്കുകയും വിശ്വാസികളിലേക്ക്, ലോകം മുഴുവനിലേക്കും അത് പ്രവഹിപ്പിക്കുന്നു. ഉണ്ടോ? ഇങ്ങനെ ക്രിസ്തു രഹസ്യം കൗദാശികമായി പ്രദാനം ചെയ്യുന്നതിൽ പരിശുദ്ധാത്മാവ് രക്ഷാപദ്ധതിയുടെ മറ്റു സന്ദർഭങ്ങളിലെന്ന പോലെ ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്നു. സഭയെ അവളുടെ കർത്താവുമായുള്ള സമാഗമത്തിനായി, കണ്ടോ, കർത്താവ് സഭയെ അവളുടെ കർത്താവുമായുള്ള സമാഗമം, അതിനെന്തെന്നാ പറയുക? അതിനെന്താ പറയുക? അതാണ് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ്, ദ്വിതീയ ആഗമനം. അവൻ്റെ രണ്ടാമതുള്ള വരവിലേക്കുള്ള അല്ലേ, ആ അല്ലേ, അതിനു വേണ്ടി ഉള്ള ഒരുക്കമാണ് ഒരു വിശുദ്ധ കുർബാന മുഴുവനും. സഭയെ അവളുടെ കർത്താവുമായുള്ള സമാഗമത്തിനായി അവിടുന്ന് ഒരുക്കുന്നു. കണ്ടോ, ഓരോ വിശുദ്ധ കുർബാനയും ഓരോ വിശ്വാസിയും സംബന്ധിച്ച്, സഭയും സംബന്ധിച്ച് ദ്വിതീയാഗമനത്തിലൂടെ വരാനിരിക്കുന്ന ക്രിസ്തുവുമായിട്ടുള്ള ആ സമാഗമത്തിന് വേണ്ടി ഉള്ള ഒരുക്കലാണ്. സഭയെ അവളുടെ കർത്താവുമായുള്ള സമാഗമത്തിനായി അവിടുന്ന് ഒരുക്കുന്നു. ആരൊരുക്കുന്നു? ആരാ ഒരുക്കണത്? ഇത് പരിശുദ്ധാത്മാവാണ് ഒരുക്കണത്. ഹോളി സ്പിരിറ്റ് ഈസ് വർക്കിംഗ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. അവിടുന്ന് സമൂഹത്തിൻ്റെ വിശ്വാസത്തിന് മുൻപിൽ, കണ്ടോ, അവിടുന്ന് സമൂഹത്തിൻ്റെ വിശ്വാസത്തിന് മുൻപിൽ ക്രിസ്തുവിനെ അനുസ്മരിക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. കണ്ടോ, അവിടുന്ന് സമൂഹത്തിൻ്റെ വിശ്വാസത്തിന് മുൻപിൽ ക്രിസ്തുവിനെ അനുസ്മരിക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. തൻ്റെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാൽ, കണ്ടേ, രൂപാന്തരപ്പെടുത്തുന്ന ശക്തി ആരുടെ ശക്തിയാണത്? രൂപാന്തരപ്പെടുത്തുന്നത് ആരാ? പരിശുദ്ധാത്മാവാണ്. ഒരു വസ്തുവിനെ, ഒരു മനുഷ്യനെ, ഈ ലോകത്തെ തന്നെ രൂപാന്തരപ്പെടുത്തുന്നത് ആരാ? പരിശുദ്ധാത്മാവാണ്. അപ്പം രൂപാന്തരപ്പെടുത്തുന്ന ശക്തി അത് പരിശുദ്ധാത്മാവാണ്. രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാൽ അവിടുന്ന് ക്രിസ്തുവിൻ്റെ രഹസ്യത്തെ സന്നിഹിതവും, കണ്ടോ, രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാൽ അവിടുന്ന്, അവിടുന്ന് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൻ്റെ രഹസ്യത്തെ, അവിടുന്ന് എന്ന് പറയുന്നത് അത് പരിശുദ്ധാത്മാവിനെയാണ് പറയണേ. അവിടുന്ന് എന്ന് എഴുതിയിരിക്കുന്ന ആ വാക്ക് ഉണ്ടോ, രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാൽ അവിടുന്ന്, അതായത് പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൻ്റെ രഹസ്യത്തെ സന്നിഹിതവും യഥാർത്ഥവുമാക്കുന്നു. അതായത് യേശു ഗാഗുൽത്തായിൽ ആ കുരിശിൽ അർപ്പിച്ച ആ ബലി, അതിനെ ഇന്ന് ഒരു പുരോഹിതൻ ഈ ബലിപീഠത്തിൽ ബലിയർപ്പിക്കുമ്പോൾ അതിലൂടെ സന്നിഹിതമാക്കുകയും യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുന്നു. അന്നർപ്പിച്ച ബലിയിലെ ആ രഹസ്യങ്ങളുടെ പൂർണ്ണത മുഴുവനും ഇന്നും അത് യാഥാർത്ഥ്യവും സന്നിഹിതവുമാക്കുന്നു ആ ബലിപീഠത്തിൽ. ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റണത്? എന്തെങ്കിലും വാക്കുകൾ കൊണ്ട്, എത്ര വാക്കുകൾ ഉപയോഗിച്ചാലും നമുക്കിതൊക്കെ പറഞ്ഞ് മറ്റൊരാളിലേക്ക്, അല്ലേ, പരിമിതിയുണ്ട്. ഇത് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകണതല്ല. ഇത് ആത്മാവിലൂടെയുള്ള ഒഴുക്കിലൂടെ
ആ അനുഭവത്തിലൂടെയാണ് മനസ്സിലാവുക, ആത്മാവിലൂടെയാണ് മനസ്സിലാകുന്നത്. അല്ലാതെ ഇതൊരു പറച്ചിലിലൂടെ മനസ്സിലാകുന്നതല്ല ഇതൊന്നും. എന്നാലും നമ്മൾക്കിപ്പോൾ പറയണ്ടേ, എന്നാലല്ലേ എന്തെങ്കിലും ഒരു സൂചനകൾ നമുക്ക് ഇങ്ങനെ ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്താ പറയുക, മറ്റൊരു വാക്കെന്താ, മനസ്സിലായോ? എനിക്ക് കിട്ടണില്ല ആ വാക്ക്. ഇത് കണ്ടോ, തൻ്റെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാൽ അവിടുന്ന് ക്രിസ്തുവിൻ്റെ രഹസ്യത്തെ സന്നിഹിതവും യഥാർത്ഥവുമാക്കുന്നു. അവസാനമായി ഐക്യത്തിൻ്റെ ആത്മാവ്. ആരാണ് ഈ ഐക്യത്തിൻ്റെ ആത്മാവ്? പരിശുദ്ധാത്മാവാണ്. മനസ്സിലായോ? കണ്ടോ, അവസാനമായി ഐക്യത്തിൻ്റെ ആത്മാവ്, അതായത് പരിശുദ്ധാത്മാവ് സഭയെ ക്രിസ്തുവിൻ്റെ ജീവിതത്തോടും, കണ്ടോ, എന്താണ്? അവസാനമായി ഐക്യത്തിൻ്റെ ആത്മാവ് സഭയെ ക്രിസ്തുവിൻ്റെ ജീവിതത്തോടും ദൗത്യത്തോടും ഐക്യപ്പെടുത്തുന്നു. കണ്ടോ, സഭയെ ക്രിസ്തുവിൻ്റെ ജീവിതത്തോടും ദൗത്യം. ക്രിസ്തുവിൻ്റെ ദൗത്യം എന്താണ്? രക്ഷ അല്ലേ? ഇതാണ് ദൗത്യം. ഒറ്റ വാക്കിൽ ആത്മാക്കളുടെ രക്ഷ, ആത്മാവിൻ്റെ രക്ഷ, അതാണ്. ദൗത്യത്തോടും ഐക്യപ്പെടുത്തുന്നു, ക്രിസ്തുവിൻ്റെ ജീവിതത്തോടും ദൗത്യത്തോടും. ഞാൻ ഒന്നും കൂടി വായിക്കട്ടെ. 1092. ഇങ്ങനെ ക്രിസ്തു രഹസ്യം കൗദാശികമായി പ്രദാനം ചെയ്യുന്നതിൽ പരിശുദ്ധാത്മാവ് രക്ഷാപദ്ധതിയുടെ മറ്റു സന്ദർഭങ്ങളിലെന്ന പോലെ ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്നു. അതൊക്കെ മനസ്സിലായല്ലോ അല്ലേ നിങ്ങൾക്ക്? അല്ലേ? മനസ്സിലായോ ഇല്ലയോ? സഭയെ അവളുടെ കർത്താവുമായുള്ള സമാഗമത്തിനായി അവിടുന്ന് ഒരുക്കുന്നു. അവൻ്റെ രണ്ടാം വരവിലേക്കായിട്ട് ഓരോ വിശ്വാസിയും സഭയെ തന്നെയും പരിശുദ്ധാത്മാവാണ് ഒരുക്കണേ. അത് അവനുമായിട്ടുള്ള ആ നിത്യതയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട്. അവിടുന്ന് സമൂഹത്തിൻ്റെ വിശ്വാസത്തിന് മുൻപിൽ ക്രിസ്തുവിനെ അനുസ്മരിക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവാണ് അത് ചെയ്യണത്. തൻ്റെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാൽ അവിടുന്ന് ക്രിസ്തുവിൻ്റെ രഹസ്യത്തെ സന്നിഹിതവും യഥാർത്ഥവുമാക്കുന്നു. അത് പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത്. അവസാനമായി ഐക്യത്തിൻ്റെ ആത്മാവ് സഭയെ ക്രിസ്തുവിൻ്റെ ജീവിതത്തോടും ദൗത്യത്തോടും ഐക്യപ്പെടുത്തുന്നു. അതും പരിശുദ്ധാത്മാവാണ് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ ഹെഡ്ലൈൻ കണ്ടോ? പരിശുദ്ധാത്മാവും സഭയും ആരാധനക്രമത്തിൽ. അപ്പോൾ അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് ആരാധനക്രമം. അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ മുഴുവനും ആരാണ് നിറഞ്ഞു നിൽക്കണേ? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് മുഴുവൻ. ആണോ അല്ലയോ? മനസ്സിലായോ? ഇനി 1200 നമ്മുടെ ആ വാങ്മയങ്ങൾ അമേയമായ അതിൻ്റെ സൈഡ് ഗണ്ണിക 1200 അപ്പം നമുക്ക് അവിടെ അതിൻ്റെ ഭാഗത്ത് ഏത് 2625 ഒന്നുകൂടി ആ 1200 ആ ഭാഗം ഒന്ന് വായിക്കട്ടെ. 2625 പകുതി തൊട്ട് വായിക്കാം. അതായത് സഭയുടെ ജീവിതത്തിലും കൂദാശകളിലും ദൗത്യ നിർവഹണത്തിലും പ്രവർത്തന നിരതനായ ക്രിസ്തുവിൻ്റെ അമേയ രഹസ്യത്തെ ആവിഷ്കരിക്കാൻ പുതിയ പുതിയ വാങ്മയങ്ങൾക്ക് പ്രചോദനം നൽകുകയും ചെയ്യുന്നു. മഹത്തായ ആരാധനക്രമപരവും ആധ്യാത്മികവുമായ പാരമ്പര്യങ്ങളിൽ ഇപ്പറഞ്ഞ വാങ്മയങ്ങൾ, അതായത് ഈ രൂപവൽക്കരണങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പസ്തോലികവും കാനോനികവുമായ വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെ വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ള പ്രാർത്ഥനാരൂപങ്ങൾ എന്നും ക്രൈസ്തവ പ്രാർത്ഥനയുടെ മൂലമാതൃകകളായി നിലനിൽക്കും. ഉദാഹരണത്തിന് അല്ലേ, യാമപ്രാർത്ഥനകൾ അല്ലേ. പക്ഷെ ഇവിടെ 1200 ഖണ്ഡികയിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ അവിടെ വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. 1200 ആ സൈഡ് ഖണ്ഡിക 1200 എടുത്തോ, വായിക്കട്ടെ. അപ്പോൾ അവിടെ ആ ഉണ്ടോ, ഹെഡ്ലൈനൊക്കെ ഒന്ന് നോക്കിക്കോട്ടെ നിങ്ങൾ. ഹെഡ്ലൈൻ നോക്കിക്കോ, ശ്രദ്ധിക്കണേ. ഹെഡ്ലൈൻ അതിൻ്റെ തലക്കെട്ട് നോക്കി. ആരാധനാ വൈവിധ്യവും രഹസ്യത്തിൻ്റെ അകത്തും. കണ്ടോ, ആരാധനയിൽ വൈവിധ്യമുണ്ട്, ആരാധനകളിൽ വൈവിധ്യമുണ്ട്, എന്നാൽ രഹസ്യം
ഏകരഹസ്യമാണ്. മനസ്സിലായി? ഏകത്വം, രഹസ്യത്തിൻ്റെ ഏകത്വം. എന്നിട്ട് പിന്നെ ആരാധനാ പാരമ്പര്യങ്ങളും സഭയുടെ കാതോലിക്കത്വവും ഉണ്ടോ? ആരാധനാ പാരമ്പര്യങ്ങളും സഭയുടെ സാർവത്രികതയും. മനസ്സിലായി? 1200 ഖണ്ഡിക, അതൊന്ന് ഞാൻ വായിക്കട്ടെ. ജെറുസലേമിലെ പ്രഥമ സമൂഹം മുതൽ, അതായത് ആദിമ സഭ സമൂഹം മുതൽ, അല്ലെ, ആദിമ സഭയിലെ വിശ്വാസികളെയാണ് പറയണത്. ജെറുസലേമിലെ പ്രഥമ സമൂഹം മുതൽ ക്രിസ്തുവിൻ്റെ ദ്വിതീയ ആഗമനം വരെ, കണ്ടോ, ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് വരെ ഒരേ പെസഹ രഹസ്യമാണ് സഭ അപ്പസ്തോലിക വിശ്വാസത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ഓരോ സ്ഥലത്തും ആഘോഷിക്കുന്നത്. കണ്ടോ, ജെറുസലേമിലെ പ്രഥമ വിശ്വാസി, അതായത് ആദിമസഭയിൽ അന്ന് മുതൽ ക്രിസ്തുവിൻ്റെ ദ്വിതീയ ആഗമനം വരെ, അതായത് അവൻ വരാനിരിക്കുന്ന അവൻ്റെ രണ്ടാമത്തെ വരവ് വരെ ഒരേ പെസഹ രഹസ്യമാണ് സഭ അപ്പസ്തോലിക വിശ്വാസത്തോട് വിശ്വസ്തത പുലർത്തി കൊണ്ട് ഓരോ സ്ഥലത്തും ആഘോഷിക്കുന്നത്. ഉണ്ട്, ഒരേ രഹസ്യമാണ് ആഘോഷിക്കുന്നത്. ആദിമസഭയിൽ നിന്ന് തുടങ്ങി ഇന്ന് വരെ, ഇനി അവൻ്റെ രണ്ടാം വരവ് വരെയും ആഘോഷിക്കാനിരിക്കുന്നത് ഒരേ ഒരു രഹസ്യമാണ്. ഒരേ ഒരു രഹസ്യമാണ് ആഘോഷിക്കുന്നത്. പക്ഷെ ആരാധനകളിൽ ആരാധന വൈവിധ്യങ്ങളുണ്ട്. ആരാധനയിൽ ആഘോഷിക്കപ്പെടുന്ന രഹസ്യം ഒന്ന് തന്നെയാണ്. കണ്ടോ, ആരാധനയിൽ ആഘോഷിക്കപ്പെടുന്ന രഹസ്യം ഒന്ന് തന്നെയാണ്. എന്നാൽ അതിൻ്റെ ആഘോഷ രൂപങ്ങൾ വിവിധങ്ങളാണ്. അതാണ് 24 റീത്ത് അടങ്ങുന്നതാണ് ആഗോള കത്തോലിക്ക സഭ എന്നുള്ളത്. അതായത് റോമൻ, ലത്തീൻ റീത്ത്, അത് പാശ്ചാത്യ പാരമ്പര്യത്തിലുള്ളതാണ്. ആ പാശ്ചാത്യ പാരമ്പര്യത്തിലേക്ക്, ആ ലത്തീൻ റീത്തിലേക്ക് മറ്റ് 23 പൗരസ്ത്യ ആരാധനക്രമങ്ങൾ ഉൾച്ചേർക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ കത്തോലിക്ക സഭയ്ക്ക് 2 പാരമ്പര്യങ്ങളാണ്. എന്ത്? പാശ്ചാത്യവും പൗരസ്ത്യവും. 24 റീത്തുകൾ, 2 പാരമ്പര്യങ്ങൾ, പാശ്ചാത്യവും പൗരസ്ത്യവും. ഇനി ഇതിന് 6 ലിറ്റർജി കുടുംബങ്ങൾ. മനസ്സിലായോ? അപ്പം അതാണ് ആരാധനാ വൈവിധ്യങ്ങൾ ഉണ്ട്. പക്ഷെ ഒരേ രഹസ്യം തന്നെയാണ് ആഘോഷിക്കപ്പെടുന്നത്. ഇന്ന് വരെയും ഇനി അങ്ങോട്ടും അവൻ്റെ രണ്ടാം വരവ് വരെയും ആഘോഷിക്കപ്പെടാനിരിക്കുന്നതും ഒരേ ഒരു രഹസ്യം തന്നെയാണ്. അതായത് ആരാധനക്രമത്തിന് രൂപവും ഉള്ളടക്കവുമുണ്ട്. എന്താണ് രൂപവും ഉള്ളടക്കവും? അതായത് ഫോമും കണ്ടന്റും. രൂപം, ഉള്ളടക്കം. രൂപത്തിന് വ്യത്യാസം വന്നാൽ, അല്ലേ, ആരാധനക്രമത്തിൻ്റെ രൂപത്തിന് വ്യത്യാസം വന്നാൽ അതെന്തായി മാറും? രൂപം യഥാർത്ഥ രൂപത്തിൽ അല്ലെങ്കിൽ എന്തായിട്ട് മാറും? അത് ഇല്ലിസിറ്റായിട്ട് മാറും. അല്ലാണ്ടാകും. അതിനുദാഹരണമാണ് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിഷയത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. എന്താണ്, അല്ലേ? നമ്മളത് പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയണില്ല. മനസ്സിലായല്ലോ? അതാണ് രൂപം. അപ്പോൾ രൂപത്തിന് വ്യത്യാസം വരുമ്പോൾ എന്ത് സംഭവിക്കും? അത് നിയമാനുസൃതം അല്ലാതാകും. നിയമാനുസൃതമല്ല. മനസ്സിലായോ? ഇനി കണ്ടന്റ്, ഉള്ളടക്കത്തിന് വ്യത്യാസം വന്നാലോ, യഥാർത്ഥ ഉള്ളടക്കത്തിൽ നിന്ന് വ്യതിചലിച്ചാലോ എന്ത് സംഭവിക്കും? നോ വാലിഡ് ആവും. വാലിഡിറ്റി ഇല്ല. മനസ്സിലായോ? നോ വാലിഡ്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ രൂപത അധ്യക്ഷൻ ആയ നമ്മുടെ മെത്രാപ്പോലീത്ത,
അല്ലേ? അദ്ദേഹത്തിൻ്റെ അല്ലേ ആ നാമം ഈ ബലിയർപ്പണത്തിൽ ഉച്ചരിക്കുന്നില്ലെങ്കിൽ അതെന്തായി മാറും? വാലിഡ് അല്ലാണ്ടാവും, നോ വാലിഡിറ്റി. മനസ്സിലായോ? അപ്പം അതാണ് ആരാധനക്രമത്തിന് രൂപവും ഉള്ളടക്കവും, ഫോമും കണ്ടൻറ്റും ഉണ്ട് എന്നുള്ളത്. അപ്പം അത് രണ്ടും അത് സഭ നിഷ്കർഷിച്ചിരിക്കുന്നത് പോലെ തന്നെ മുന്നോട്ട് പോകണം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനല്ല പോകണ്ടേ. മനസ്സിലായോ? അപ്പം അങ്ങനെ പോകുമ്പോഴാണ് ഈ പറഞ്ഞ വിഷയങ്ങളിലേക്കൊക്കെ മാറിപ്പോണത്. നമ്മളതിനെക്കുറിച്ചൊന്നും ഇനി കൂടുതൽ പറയണില്ല. അപ്പോൾ 1201 കൂടി ഒന്ന് വായിക്കണം. 1201 കൂടി അതും കൂടി വായിക്കുമ്പോഴാണ് ഈ ഭാഗങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്, ഇവിടുത്തെ ഈ ഖണ്ഡികകളൊക്കെ. പക്ഷെ നമ്മളിപ്പോൾ എല്ലാം വായിക്കണില്ല. 1201 കൂടി വായിക്കുമ്പോൾ ഒരു ചെറിയൊരു ക്ലൂവും കൂടി കിട്ടും നമുക്ക്. ക്രിസ്തു രഹസ്യം ഏതെങ്കിലും ഒരു ആരാധന പാരമ്പര്യത്തിൽ മാത്രം പൂർണ്ണമായി പ്രകാശിതമാകാനാവാത്ത വിധം. ശ്രദ്ധിച്ചോ നിങ്ങൾ? അതായത് ഇപ്പം ലത്തീനാരാധനക്രമം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. മനസ്സിലായോ? അപ്പോൾ ആ ആരാധനക്രമത്തിൽ മാത്രം പ്രകാശപൂരിതമാകാനാവാത്ത വിധം അഗാധമായ വിധത്തിൽ സമ്പന്നമാണ്. മനസ്സിലായോ? അത്രയും അഗാധമായ വിധത്തിൽ സമ്പന്നമാണ് ക്രിസ്തു രഹസ്യം. മനസ്സിലായോ? അപ്പോൾ ആ ക്രിസ്തു രഹസ്യത്തെ ഒരു റീത്തിൽ മാത്രം, ഒരു പാരമ്പര്യത്തിൽ മാത്രം വെച്ചതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? അതിൻ്റെ അമേയമായ രഹസ്യത്തെ, എനിക്കറിയില്ല ആ വാക്കുകളിനെ എങ്ങനെ ഉപയോഗിക്കണം, അതിനെ നമുക്ക് നമ്മുടെ മുന്നിൽ അതിനെ സന്നിഹിതമാക്കാൻ കഴിവില്ല. മനസ്സിലാവുന്നുണ്ട്? അതാണ് ഇത്ര റീത്തുകളൊക്കെ ഉണ്ടായിരിക്കുന്നതെന്ന്. എന്തിനാണ് ഇത്ര റീത്തുകൾ എന്നൊക്കെയുള്ള ചോദ്യമാണ് പലരുടെയും. ഒറ്റ സഭ പോരെ, ഒറ്റ കുർബാന പോരെ, എങ്ങാടെങ്കിലും തിരിഞ്ഞ് അർപ്പിച്ചാൽ പോരെ എന്നുള്ളത്. അപ്പോൾ ക്രിസ്തു രഹസ്യം ഏതെങ്കിലും ഒരു ആരാധന പാരമ്പര്യത്തിൽ, കണ്ടോ, ഏതെങ്കിലും ഒരു ആരാധന പാരമ്പര്യത്തിൽ മാത്രം പൂർണ്ണമായി പ്രകാശിതമാകാനാവാത്ത വിധം, പ്രകാശിതമാകാൻ പറ്റില്ല ഒരു റീതിയിൽ മാത്രം, ഒരു പാരമ്പര്യത്തിൽ മാത്രം ആകാത്ത വിധം അഗാധമായ വിധത്തിൽ സമ്പന്നമാണ്. ഈ റീത്തുകളുടെ ഉത്ഭവത്തിൻ്റെയും വികസനത്തിൻ്റെയും, കണ്ടോ, ഈ റീത്തുകളുടെ ഉത്ഭവത്തിൻ്റെയും വികസനത്തിൻ്റെയും ചരിത്രം ശ്രദ്ധേയമായ ഒരു പരസ്പര പൂരകത്വത്തിന് സാക്ഷ്യം വഹിക്കുന്നു. കണ്ടോ, ഈ ഉത്ഭവത്തിൻ്റെയും റീത്തുകളുടെ ഉത്ഭവത്തിൻ്റെയും വികസനത്തിൻ്റെയും ചരിത്രം ശ്രദ്ധേയമായ പരസ്പര പൂരകത്വത്തിന് സാക്ഷ്യം വഹിക്കുന്നു. കണ്ടോ, പരസ്പര പൂരകമാണ്. 24 റീത്തുകളുണ്ട്, പക്ഷേ പരസ്പര പൂരകത്വത്തോടു കൂടിയാണ് അവ നിലനിൽക്കുന്നത്. പരസ്പര പൂരകത്വത്തിന് സാക്ഷ്യം വഹിക്കുന്നു. സഭകൾ അവയുടെ ആരാധനാ പാരമ്പര്യങ്ങൾ, കണ്ടോ, സഭകൾ അവയുടെ ആരാധനാ പാരമ്പര്യങ്ങൾ വിശ്വാസത്തിലും വിശ്വാസത്തിൻ്റെ കൂദാശകളുടെ ഐക്യത്തിലും ജീവിച്ചപ്പോൾ അവർ പരസ്പരം സമ്പന്നമാക്കുകയും പാരമ്പര്യത്തോടും സഭ മുഴുവൻ്റെയും പൊതുദൗത്യം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലായല്ലോ അല്ലേ? രക്ഷ തന്നെയാണ്, സുവിശേഷ പ്രഘോഷണമാണ്. പൊതുദൗത്യത്തോടുള്ള വിശ്വസ്തതയിൽ വളരുകയും ചെയ്തു. അപ്പം ഇതെല്ലാം അപ്പസ്തോല പ്രവർത്തനത്തിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പസ്തോല പ്രവർത്തനം എന്ന ലേഖനത്തിൽ ഇത് മുഴുവൻ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒന്നും കൂടി അത് വായിക്കട്ടെ. 1201. ക്രിസ്തു രഹസ്യം ഏതെങ്കിലും ഒരു ആരാധന പാരമ്പര്യത്തിൽ മാത്രം പൂർണ്ണമായി പ്രകാശിതമാകാനാകാത്ത വിധം, പ്രകാശിതമാകാൻ പറ്റില്ല ഒരു റീതിയിൽ മാത്രമായിട്ട്, ആകാത്ത വിധം അഗാധമായ വിധത്തിൽ സമ്പന്നമാണ്. ഈ റീത്തുകളുടെ ഉത്ഭവത്തിൻ്റെയും വികസനത്തിൻ്റെയും ചരിത്രം ശ്രദ്ധേയമായ ഒരു പരസ്പര പൂരകത്വത്തിന് സാക്ഷ്യം വഹിക്കുന്നു. സഭകൾ അവയുടെ ആരാധന പാരമ്പര്യങ്ങൾ വിശ്വാസത്തിലും
വിശ്വാസത്തിൻ്റെ കൂദാശകളുടെ ഐക്യത്തിലും, കണ്ടോ, വിശ്വാസത്തിൻ്റെ കൂദാശകളുടെ ഐക്യത്തിലും, ആ കൂദാശകളുടെ ഐക്യത്തിലും ജീവിച്ചപ്പോൾ അവർ പരസ്പരം സമ്പന്നമാക്കുകയും പാരമ്പര്യത്തോടും സഭ മുഴുവൻ്റെയും പൊതുദൗത്യത്തോടുമുള്ള വിശ്വസ്തതയിൽ വളരുകയും ചെയ്തു. ഇത് തന്നെയല്ലേ അപ്പസ്തോല പ്രവർത്തനത്തിൽ മുഴുവനും പറയണേ. ഓക്കെ, നമുക്കൊന്ന് സ്തുതിക്കുക. ഹല്ലേലൂയ, പ്രൈസ് യു ലോർഡ്, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ, 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 താങ്ക് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓഫ് ചെയ്താൽ കേട്ടോ.